ചെങ്ങളായി അടൂർ പാലം തകർച്ചയുടെ വക്കിൽ. ഒരു ഭാഗത്തെ മരപ്പടവുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. കാൽനട യാത്രക്കാർ വീണ് പരിക്കേൽക്കുന്നതും പതിവായതോടെ നാട്ടുകാർ മരവും ടെലിഫോൺ തൂണും ഉപയോഗിച്ച് താൽക്കാലിക നടപ്പാത ഒരുക്കിയിരിക്കുകയാണ്. 11 വർഷം മുൻപ് നിർമ്മിച്ച പാലത്തിന്റെ കൈവരിയും ഇരുമ്പ് വടവും തുരുമ്പെടുത്ത നിലയിലും 3 സ്ലാബുകൾ ദ്രവിച്ചു തകർന്ന നിലയിലുമാണുള്ളത്. പാലത്തിൽ നിന്നും ചെങ്ങളായിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് നിർമ്മിച്ച മരപ്പടവുകൾ പൂർണ്ണമായും തകർന്നു. ഇവിടെ കാൽനട യാത്രക്കാർ വീണ് പരിക്കേൽക്കുന്നതും പതിവായതോടെ നാട്ടുകാർ മരവും ടെലിഫോൺ തൂണും ഉപയോഗിച്ച് താൽക്കാലിക നടപ്പാതയൊരുക്കി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് ഈ പാലം ആശ്രയിക്കുന്നത്. അടൂർ ഭാഗത്തുള്ളവർക്ക് ശ്രീകണ്ഠാപുരം വഴി 5 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിന് പകരം 400 മീറ്റർ നടന്ന പാലം കടന്നാൽ ചെങ്ങളായി ഇല്ലത്താം, ചെങ്ങളായി തളിപ്പറമ്പ്, ശ്രീകണ്ഠാപുരം ഭാഗങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇതുവഴിയാണ് പോകുന്നത്. വർഷങ്ങളോളം കടുത്ത തോണിയെ ആശ്രയിച്ചിരുന്ന നാട്ടുകാർ ഒട്ടേറെ നിവേദനങ്ങൾ നൽകിയതിനെ തുടർന്ന് 2013 UDF ഭരണകാലത്താണ് റവന്യൂ വകുപ്പ് തൂക്കുപാലം അനുവദിച്ചത്. 1 കോടിയോളം രൂപ ചെലവിൽ ആണ് നിർമ്മാണം നടത്തിയത്. പാലം അറ്റകുറ്റപ്പണി നടത്തണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ റവന്യൂ വകുപ്പിൽ ഉൾപ്പെടെ നിവേദനം നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. നടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഈ തൂക്കുപാലത്തിൻ്റെ അവസ്ഥ. ഇപ്പോൾ തന്നെ എല്ലാ ഭാഗങ്ങളും ദ്രവിച്ച് അവിടെയൊക്കെ പല പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ നടന്നു പോകാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ചില കുട്ടികളൊക്കെ നടന്നു പോകുന്നത് ഈ കൈവേരിയുടെ സൈഡിലൂടെ പിടിച്ചു പോകുന്ന ഒരു അവസ്ഥ. അത് വലിയൊരു അപകടം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്കൂൾ കുട്ടികളാണ്. പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ നമുക്കൊരു നാടിന് തന്നെ ഒരു കണ്ണീരായി മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ഒരു പ്രൈവറ്റ് സ്ഥലത്ത് കടന്ന് അവിടെ ഒരു മുള വെച്ച് കെട്ടി ഇങ്ങേക്ക് നടക്കുന്നൊരവസ്ഥ. ആ രീതിയിലാണ് നമ്മുടെ ഈ പാലം ഇപ്പോൾ തൂക്കുപാലം ഉള്ളത്. അതുകൊണ്ട് അടിയന്തരമായി ഇത് വേണ്ട നടപടി, ഇത് റിപ്പയർ ചെയ്ത് അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി വേണ്ട സാഹചര്യം